കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള അതിമനോഹരമായ ബോട്ട് യാത്ര, കായലിൻ്റെയും കടലിൻ്റെയും സംഗമം. പൂവാർ ബോട്ട് യാത്രയുടെ വിശേഷങ്ങൾ ഏറെയാണ്. സായി ബോട്ട് ക്ലബിൻ്റെ സാരഥി ടിനു നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് ഞങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. അവസാന ഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ. വള്ളങ്ങൾ സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്നത്. സീ ഫുഡാണ് ഇവിടുത്തെ വളരെയധികം പ്രത്യേകത. നമ്മുടെ ഈ ബോട്ട് യാത്രയിലെ ഏറ്റവും രസകരവും ഒപ്പം സാഹസികവുമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കണ്ടൽക്കാടുകളിലൂടെയുള്ള മനോഹരമായ യാത്രയിലേക്ക് പോവുകയാണ്. ഇത് കണ്ടൽ കായയാണ്, അതായത് കണ്ടൽ ചെടിയുടെ കായാണിത്. നല്ല ഷേപ്പുണ്ട്, മാങ്ങയുടെ ഒരു ഷേപ്പ് പോലെ ഉണ്ട്, നല്ല കറയുണ്ട്. ആ കാണുന്നതാണ് നീർക്കാക്ക. ഈ ഭാഗങ്ങളിൽ ഒരുപാട് ഉണ്ട് ഈ നീർക്കാക്കകൾ. നീർക്കാക്ക ഏറെ പങ്കും വെള്ളത്തിൽ ആണ്. വെള്ളത്തിനടിയിൽ പോയി മീൻ പിടിക്കുന്ന ഒരു ശൈലിയാണ് നീർക്കാക്കയ്ക്കുള്ളത്. കാണുന്നതാണ് കിങ്ഫിഷർ പക്ഷി. ഇടയ്ക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോയി ചെറു മീനിനെ പിടിക്കുന്നത് കാണാം. അത് ഇര തേടുന്നത് പോലും വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഉള്ളിലേക്കായി ചെറിയ ചെറിയ കനാലുകൾ കാണുന്നുണ്ട്. നമ്മുടെ വലിയ ബോട്ടുകളൊന്നും തന്നെ അങ്ങോട്ട് കടക്കത്തില്ല, പക്ഷേ ചെറിയ വള്ളങ്ങളിൽ ഉള്ളിലോട്ട് പോവും. ഈ ചെറിയൊരു ഐലൻഡിൽ ഏറിയ പങ്കം തെങ്ങാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഐലൻഡിനെ കോക്കനട്ട് ഐലൻഡ് എന്ന പേര് തന്നെ വന്നത്. മീൻ പിടിക്കുന്നതിന് വേണ്ടി വലയിടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി എപ്പോഴെടുക്കും ചേട്ടാ? അത് നാളെ എടുക്കും അല്ലേ? മീനൊക്കെ ഉണ്ടോ? ഏതൊക്കെ മീനാണ് കിട്ടുന്നത് ഇവിടെ? കുറുക്കളാങ്കി. ഇതാണ് പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ച്. ഈ ബോട്ടിങ്ങിന് വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഈ കാഴ്ചകളൊക്കെ കാണും. കുതിരയുണ്ട്, ഒപ്പം തന്നെ ചെറിയ കച്ചവടക്കാരുണ്ട്. ഈ കാണുന്നതിൻ്റെ പേര് ഷിക്കാര എന്നാണ്. ഇത്തരത്തിൽ 2-3 മാത്രമാണ് ഈ പൂവാറിലുള്ളത്. കുമാരേട്ടനാണ് ഈ ഷിക്കാരയുടെ ഡ്രൈവർ. ഈ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് ഈ ബീച്ചിന് പേര് വരാൻ കാര്യം ഇവിടുത്തെ നാട്ടുകാരും എല്ലാം കൂടി ചേർന്ന് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഇവിടെ സൺറൈസ് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും കാണാൻ പറ്റും. ഞാൻ രാവിലത്തെ ട്രിപ്പ് 6 മണിക്കൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. വിദേശികളായിരിക്കും കൂടുതൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വരുമ്പോഴേക്കും നല്ല ഗോൾഡ് കളറായിട്ട് ലോങ് സൈറ്റ് കാണാനായിട്ട് വളരെ ഭംഗിയായിരിക്കും. കാരണം അതാണ് ഈ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറയാൻ കാരണം. ഗോൾഡൻ സാൻഡ് ബീച്ചിൽ കുതിര സവാരിക്കായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഷെഫീഖ് ഉണ്ട് നമുക്കൊപ്പം. അതിൽ ചെറിയൊരു സവാരിയാണ്. ഡുട്ടൂന് എന്തൊക്കെയാണ് കഴിക്കാനായിട്ടൊക്കെ കൊടുക്കുന്നത്? ഇപ്പോൾ എൻ്റെ 3 ഹോഴ്സ് ഉണ്ട്. അവർക്ക് ക്ലൈമറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ ഫുഡ്. രാവിലെ 3 കിലോ ക്യാരറ്റ്, 1 ലിറ്റർ പാല്, 150 ഗ്രാം നട്ട്സായിട്ട് കടല, അതുപോലെ കാഷ്യൂനട്ട്, ഈത്തപ്പഴം, പിന്നെ വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ അടങ്ങിയ ടോണിക്ക്. ക്ലൈമറ്റ് മാറും തോറും കുതിരയുടെ ഫുഡ് നമ്മൾ മാറ്റണം. Good experience here. First time I came here. Oh, it was beautiful. It was absolutely wonderful. It's so green and just a wonderful, beautiful place. Oh, I loved it. I've never seen something like this before. It's amazing. It's nice, it's clean, it's green, so it's nice. ആ കാണുന്ന ഭാഗത്താണ് പൊഴി മുറിയുന്നത്. ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. വെള്ളം കൂടുന്ന സാഹചര്യത്തിൽ ഇത് പൊഴി മുറിയുകയും കായലും കടലും ഒരുപോലെ ആയി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും.
ഇതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ ബോട്ടിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഒപ്പം തന്നെ ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതും എല്ലാം തന്നെ ബോട്ടിലാണ്. ഈ കാണുന്നതാണ് എലിഫന്റ് റോക്ക് എന്ന് പറയുന്നത്. വളരെ ദൂരെ നോക്കുമ്പോൾ ഒരു ആന കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നിക്കും. ഇതിൽ ആ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറുത്ത നിറത്തിൽ കാണാൻ കഴിയും. ഇത്രയും വെള്ളം ഉയരുമ്പോൾ, കായൽ ഉയരുമ്പോൾ നേരെ മുൻഭാഗത്തായിട്ടാണ് പൊഴി മുറിക്കുന്നത്. വെള്ളം മാറുന്നതനുസരിച്ച് ഈ പൊഴി അടയുകയും ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് തിരികെ വരികയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ആ രീതി. ഇവിടെ നിരവധി റിസോർട്ടുകളുമുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു റിസോർട്ടിൻ്റെ ഫ്ലോട്ടിംഗ് കോട്ടേജുകളാണ്. കണ്ടൽക്കാടുകളിടയിലൂടെ ബോട്ട് ഓടിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. എന്നാലും ഒന്ന് പരീക്ഷയൊക്കെയാണ്. ഈ കണ്ടൽക്കാട്ടിനിടയ്ക്ക് കരിക്ക് വിൽക്കാനായിട്ടൊരു ചേട്ടൻ ഉണ്ട്. നിരവധി ആൾക്കാർ ഇവിടെ വന്നിട്ട് കരിക്ക് കുടിച്ചിട്ട് പോകുന്നതും കാണാം. യാത്രക്കിടയിലെ മനോഹരമായ ഒരു കാര്യമാണ് എലിഫന്റ് ബാത്ത് എന്ന് പറയുന്ന ഇനം. അതായത് ഇത് കാണും പോലെ ആന നമ്മളെ കുളിപ്പിക്കും. സായി ബോട്ട് ക്ലബിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമായിരുന്നു. അത് നമുക്ക് സന്തോഷമുള്ളൂ. നമ്മളുടെ ഏകദേശം എല്ലാം കസ്റ്റമർമാർ ഇവിടെ നിന്ന് സന്തോഷപ്പെട്ട് തന്നെ തിരിച്ചു പോകാറുള്ളൂ. ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 ഇയേഴ്സായി. ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് ഈ സ്ഥലത്തിനെ കുറിച്ച് വന്നിട്ടില്ല. ഏതായാലും അതിമനോഹരമാണ് ഈ യാത്ര. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപകട സാധ്യതകൾ ഏറെയുണ്ട്. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഞങ്ങൾ പോയതുപോലെ ജാക്കറ്റൊക്കെ ഇട്ട് അത് ഇവർ എല്ലാം സജ്ജീകരിച്ച് തരും. അത്തരത്തിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ. ഏതായാലും അതിമനോഹരമാണ് യാത്ര. ഒരു തവണയെങ്കിലും വന്നു പോകേണ്ടത് എല്ലാവർക്കും നല്ലതായിരിക്കും. ക്യാമറമാൻ അരുണിനൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.